നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വരവ്. കർത്താവ് വരും, നിശ്ചയമായിട്ടും വരും. കർത്താവ് ജനിക്കും ജനിക്കും ജനിക്കുമെന്ന് പറഞ്ഞതിനേക്കാൾ 8 മടങ്ങ് അധികമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് രേഖകൾ കാണുവാൻ വേണ്ടി കഴിയുന്നതും. തിരുവചന പ്രകാരം പ്രവചിച്ചതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു, തിരുവഴുത്തിൻ പ്രകാരം തന്നെ യേശു ക്രിസ്തു ജീവിച്ചു, തിരുവഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവ് മരിച്ചു, കർത്താവായ യേശു ക്രിസ്തു തിരുവഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു, അതേപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. അതിനോട് തന്നെ ചേർന്ന് തന്നെ അടുത്ത പ്രവചനം വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ 1000 വിശുദ്ധന്മാരുമായിട്ട് വരുമെന്നുള്ള പ്രവചനം വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനമുണ്ടായി. ആ പ്രവചനം ഇനി നിറവേറുവാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തന്നെ ഒലിവ് മലയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് അവൻ പോയതുപോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും. എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. അവൻ മേഘങ്ങളിലായിരിക്കും, മേഘാരൂഢനായിട്ടായിരിക്കും, 1000 ദൂതന്മാരുമായിട്ടുമായിരിക്കും വരുന്നത് എന്നും നമ്മൾ പഠിച്ചു. എങ്ങനെയുള്ളവരെ ചേർക്കുവാൻ വേണ്ടിയാണ് വരുന്നത്? സ്നാനപ്പെട്ട എല്ലാവരെയും ചേർക്കുവാൻ വേണ്ടിയാണോ? ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ചേർക്കുവാൻ വേണ്ടിയാണോ? അതോ ക്രിസ്ത്യാനികളെ മുഴുവനും ചേർക്കുവാൻ വേണ്ടിയാണോ? എല്ലാവരെയും ചേർക്കുവാൻ വേണ്ടിയല്ല കർത്താവ് വരുന്നത്. തനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നവരുടെ കറ, ചുളുക്കം, മാലിന്യം, വാട്ടം എന്നിവയൊന്നുമില്ലാതെ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ച് അതേ വിശുദ്ധ മണവാട്ടിയെ ചേർക്കുവാനാണ് മണവാളൻ വരുന്നതും. പിന്നെ വരുന്നതും ഓരോരുത്തരും ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുവാൻ, ന്യായം വിധിക്കുവാൻ. നീതിയോടെ നമ്മുടെ കർത്താവ് ന്യായം വിധിക്കും എന്ന് നമ്മൾ കേട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, നമ്മുടെ കർത്താവ് പ്രതികാരങ്ങളുടെ ദൈവമാണ്. ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് വെഞ്ചൻസ്. നമ്മുടെ കർത്താവ് പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. അവൻ പ്രതികാരം കൊടുക്കുവാൻ വേണ്ടിയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. എപ്പോൾ വരും? ഇനി നമ്മൾ അതിൻ്റെ പ്രതികാരം ചെയ്യുന്ന ദൈവത്തിൻ്റെ കുറിച്ച് 1-2 കാര്യം കൂടെ. പക്ഷെ നമുക്ക് ദൈവം മനുഷ്യർക്ക് പ്രതികാരം ചെയ്യുവാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. നമ്മൾ റോമർ 12:19 വായിക്കുന്നു, പ്രിയമുള്ളവരെയും നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെയും ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ, പ്രതികാരം എനിക്കുള്ളതും ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് മനുഷ്യർക്ക് ഈ അധികാരം കൊടുത്തിട്ടില്ല. യാതൊരു ശിഷ്യന്മാർക്കും അപ്പോസ്തലന്മാർക്കും ശുശ്രൂഷകന്മാർക്ക് ആർക്കും ഈ അധികാരം കൊടുത്തിട്ടില്ല. പ്രതികാരം എന്നുള്ളത് മനുഷ്യൻ്റെ ലിസ്റ്റിലുള്ള കാര്യമല്ല, മനുഷ്യനെ ഏൽപ്പിക്കപ്പെട്ട കാര്യമല്ല. അത് ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ്. കർത്താവ് പറയുകയാണ്, പ്രതികാരം എനിക്കുള്ളതാണ്, നിങ്ങൾക്ക് പ്രതികാരം ചെയ്യുവാൻ അനുവാദമില്ല. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് എന്ത് ചെയ്യണം? ഇടം കൊടുപ്പീൻ. യാക്കോബ് 1:20 നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. യാക്കോബ് 1:20, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. വീണ്ടും സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മുടെ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മളുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. നമ്മൾ എഴുന്നേറ്റാൽ ദൈവത്തിന് എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. നമ്മൾ പറഞ്ഞാൽ ദൈവത്തിന് പറയുവാൻ കഴിയത്തില്ല. നമ്മൾ എഴുതിയാൽ ദൈവത്തിന് എഴുതുവാൻ കഴിയുകയില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് സഹിഷ്ണുതയില്ലാത്തത് കൊണ്ടും നമുക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്, പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടും പലപ്പോഴും നമ്മൾ പ്രതികരിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് പ്രതികരിക്കുവാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മൾ എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ അവരെഴുതും, അതുകൊണ്ട് ദൈവത്തിന് എഴുതുവാൻ കഴിയത്തില്ല. നമ്മൾ സംസാരിച്ചാൽ ദൈവത്തിന് സംസാരിക്കുവാൻ വേണ്ടി കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി സഹിഷ്ണുതയോടെ, ദൈവകോപത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിലും നമ്മുടെ കാര്യങ്ങൾ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മളെ കാണുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. പലപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടുമ്പോഴാണ്, കർത്താവിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുമോ, ദൈവം ചെയ്യുമോ, ദൈവം അനങ്ങാപ്പാറയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ തന്നെ അങ്ങ് എഴുന്നേൽക്കുന്നത് പ്രതികരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രതികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ വാദിക്കുവാൻ വേണ്ടി, സംസാരിക്കുവാൻ വേണ്ടി.
4 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. 4 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. 4 വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പിന്നെ ഉറക്കം വരികയില്ല. നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ എന്തോ നമുക്ക് ഉറക്കം ലഭിക്കുന്നത് പോലെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെടുന്നില്ല എന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 4:5 വായിക്കുന്നത്, ഫസ്റ്റ് കൊരിന്ത്യൻസ് 4:5. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. നോക്കണം, കർത്താവ് വരുവോളം ഒന്നും സമയത്തിന് മുമ്പേ വിധിക്കുവാൻ നമുക്ക് അധികാരമില്ല. വിധിക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. ആരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. 37-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ എന്ത് ചെയ്യരുത്, നീ മുഷിഞ്ഞു പോകരുതും. ദുരുപായം പ്രയോഗിക്കുന്നവരുടെ നിമിത്തം നീ എന്ത് ചെയ്യരുതും, നീ മുഷിഞ്ഞു പോകരുത്. ദുരുപായം പ്രയോഗിക്കുന്നവരും ദുഷ്പ്രവൃത്തിക്കാർ, കള്ളത്തരം കാണിക്കുന്നവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വേലത്തരങ്ങൾ കാണിക്കുന്നവരും ഇതൊക്കെ അറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാം കാണുന്നവനാണ്. നമ്മളെക്കാൾ നന്നായിട്ട് കർത്താവിനറിയാം. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിനേക്കാൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ പരിമിതമാണ്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിനേക്കാൾ, നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതിനേക്കാൾ നന്നായിട്ട് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിനെ ഒന്നും മറവായിരിക്കുന്നതില്ല. സകലവും അവൻ്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് കാണുന്നുണ്ട്, കർത്താവിനൊന്നും മറവായിരിക്കുന്നില്ല. കർത്താവ് നീതിയോടെ വിധിക്കും. കർത്താവ് നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. അപ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്നു 1 യോഹന്നാൻ 3:2, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഏതോ ഒരു ഡിവൈസ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, പ്ലീസ്. ഏതോ ഒരു ഡിവൈസ് ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ട്. 1 യോഹന്നാൻ 3:2, പ്രിയമുള്ളവരെയും, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. നമ്മൾ നമ്മുടെ കർത്താവിനെ പോലെയായിത്തീരും. നമ്മൾ നമ്മുടെ കർത്താവിന് സദൃശ്യന്മാരായിത്തീരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം. നമ്മുടെ പിതാവായ ദൈവത്തിനൊരു വലിയ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരും ആരെപ്പോലെ ആയിത്തീരണം, യേശുവിനെ പോലെ ആയിത്തീരണം. തൻ്റെ പുത്രനോട് അനുരൂപപ്പെടണമെന്നാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാവരും യേശുവിനെ പോലെ ആയിത്തീരണം. എങ്കിൽ മാത്രമേ യേശുവിനോടുകൂടെ യേശുവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. യേശുവിനെ പോലെ ആകാത്ത ഒരാൾക്ക് ഒരിക്കലും യേശുവിനോട് കൂടെ വാഴുവാൻ കഴിയുകയില്ല. കാരണം വാതിലെന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവാകുന്ന വാതിലിലൂടെ വേണം നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുവാൻ. കർത്താവാകുന്ന വാതിലിലൂടെ അകത്തോട്ട് പ്രവേശിക്കണമെങ്കിൽ നമ്മളും കർത്താവിനെ പോലെ ആയി തീർന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. എന്തെങ്കിലും കർത്താവിനേക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് അകത്തോട്ട് കയറുവാൻ വേണ്ടി കഴിയത്തില്ല, തള്ളി നിൽക്കുവാൻ ഇടയായിത്തീരും. അധികമായി എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ, തണ്ട് വച്ച പടകും പ്രതാപമുള്ള കപ്പലും ഇതുവഴി പോവുകയില്ല എന്ന് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ യേശുവിനെ പോലെ ആയിത്തീർന്ന ഒരാൾക്ക് മാത്രമേ യേശുവാകുന്ന വാതിലിലൂടെ നമുക്ക് അപ്പുറത്ത് കടക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ, കർത്താവ് വന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ യേശുവിനെ പോലെ ആകുന്നത്, മറിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആരെ പോലെ ആകണം, യേശുവിനെ പോലെ ആകണം. നമ്മൾ പാട്ട് പാടാറില്ലേ, യേശുവെ പോലെ ആകുവാൻ, യേശുവെ നോക്കി ജീവിക്കുവാൻ, യേശുവിൻ വചനപ്രകാരം ജീവിക്കുവാൻ ഇവയെ ഞാൻ കാംക്ഷിക്കുന്നു എന്നും നമ്മൾ പാട്ട് പാടാറില്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നതും അമേരിക്കയിലെ ഒരു വിസ ലഭിക്കുന്നതും അല്ലെങ്കിൽ ഭൂമിയിലെ എന്തെങ്കിലും സമ്പത്ത് ലഭിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള ദൈവദാസന്മാരും
ഉള്ളതുപോലെ ഒരു വാഹനം എനിക്ക് ലഭിക്കുമോ, ലഭിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള ഈ ലോകത്തിൻ്റെതായി യാതൊരു മോഹങ്ങളും ആയിരിക്കുവാൻ പാടില്ല. മറിച്ച് ഓരോ ഭക്തൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരണം, എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, കഴിഞ്ഞ മാസം ഞാനൊരു ദൈവദാസനെ വടക്കേന്ത്യയിൽ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അവർ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും അവർക്ക് ഓരോ മാതൃകാ പുരുഷന്മാരുണ്ടായിരുന്നു. എനിക്ക് PM ഫിലിപ്പ് സാറിനെ പോലെ ആകണം, എനിക്ക് KE എബ്രഹാം സാറിനെ പോലെ ആകണം, അല്ലെങ്കിൽ എനിക്ക് TG ഉമ്മച്ചനെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ മാതൃകാ പുരുഷന്മാരുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ആത്മാവിലും സത്യത്തിലും ജീവനുള്ള ദൈവത്തിൻ്റെ ചുവടുകളിൽ തന്നെ നടന്ന ഭക്തന്മാർ. അവർ പറയുന്നത്, ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആത്മീകരായ പിള്ളേർക്കെല്ലാം ഒരാഗ്രഹമുണ്ടായിരുന്നു, ഞങ്ങൾക്കും അവരെ പോലെ ആകണം. എന്നാൽ ഇന്ന് മാതൃക കാണിക്കുവാൻ വേണ്ടി, ഒരു ഭക്തനെന്ന് പറയുവാൻ വേണ്ടി ഒരാളിനെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ, സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, 12-ാം അധ്യായത്തിൽ, യഹോവയെ ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തൻ എന്ന് പറയുവാൻ വേണ്ടി ഒരാളിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മളും അതുപോലെയായി തീരുകയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം, എനിക്കൊരു മാതൃകാ പുരുഷനാകണം, എനിക്ക് വിശുദ്ധിക്ക് ഞാനൊരു മാതൃകയായി തീരണം, വിശ്വാസത്തിന് ഞാനൊരു മാതൃകയായി തീരണം, കുടുംബജീവിതത്തിന് ഞാനൊരു മാതൃകയായി തീരണം, പിതാവിന് ഞാനൊരു മാതൃകയായി തീരണം, മാതാവിന് ഞാനൊരു മാതൃകയായി തീരണം, ഇടയന് ഞാനൊരു മാതൃകയായി തീരണം, സുവിശേഷ വേലയ്ക്ക് ഞാനൊരു മാതൃകയായി തീരണം, കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നതിന് ഞാനൊരു മാതൃകയായി തീരണം. ഒരു കാര്യത്തിൽ മാത്രമല്ല, സകലത്തിലും നമ്മൾ മാതൃകയുള്ളവരായി തീരുവാൻ കർത്താവേ, പൗലോസ് 4 പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, എന്നിൽ നിന്ന് കണ്ടതും കേട്ടതും അറിഞ്ഞതും പഠിച്ചതുമായ 4 പ്രാവശ്യമാണ് പറയുന്നത്. യേശുവിനെ അനുഗമിക്കുവാൻ അല്ല പറയുന്നത്, എന്നെ അനുഗമിക്കുവാൻ. അഗ്രിപ്പ രാജാവിനോടും ബർണിക്കയോടും ഫെസ്തോസിനോടും ആഡംബരത്തോടുകൂടെ വന്നവർ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടും ഒരു പ്രാകൃതനെ പോലും, ഒരു ജയിൽ പുള്ളിയായിട്ട് അവരുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ തേജസ്സോടുകൂടെ പറഞ്ഞ് തേജസ്സിന്റെ സുവിശേഷം കേട്ടപ്പോൾ ഫെലിക്സ് വിറയ്ക്കുവാനിടയായി തീർന്നു. നീ ഞങ്ങളെ അല്പം കൊണ്ട് നിർബന്ധിക്കുമോ? ക്രിസ്ത്യാനിയെ തീരുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നുവോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ക്രിസ്ത്യാനിയായി ഒന്നും ചെയ്യരുത്, ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു വന്നതേ ഉള്ളൂ എന്നല്ല. ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ടും കൈകളിൽ ചങ്ങല ധരിച്ച പൗലോസ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളായി തീരണം, എന്നെ പോലെ ആയി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എൻ്റെ കൈകളിൽ ഈ ചങ്ങല കിടക്കുന്നു, ഈ ചങ്ങല ഒഴിച്ച് നിങ്ങളെല്ലാവരും എന്നെ പോലെ ആയി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മാതൃകാ പുരുഷന്മാരില്ല. എല്ലാവരും ഈ സന്ദേശം കേൾക്കുന്നില്ല, വളരെ കുറച്ച് പേര് മാത്രമേ ഈ സന്ദേശം കേൾക്കുന്നുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ ഒരു താല്പര്യം വരണം, എനിക്ക് ഭക്തിക്കൊരു മാതൃകയാകണം, എന്നെ കാണുന്നവർ ഭക്തനെന്ന് പറയണം, എന്നെ കാണുന്നവർ ഒരു നല്ല വിശ്വാസി എന്ന് പറയണം, എന്നെ കാണുന്നവർ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് പറയണം, എന്നെ അറിയുന്നവർ, എൻ്റെ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാൽ പ്രാർത്ഥിക്കും എന്ന് ഒരു വിശ്വാസം സകല ജാതികളുടെ ഇടയിൽ ഉണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെറും വ്യർത്ഥമാണ്. വെറുതെ നമ്മൾ സമയം നശിപ്പിച്ചു കളയുകയാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, ഭക്തിക്ക് എനിക്ക് മാതൃകയാകണം. ആളുകൾ പറയണം, എനിക്ക് പാസ്റ്ററെ പോലെ ആകണം, എനിക്ക് പാസ്റ്ററെ അനുകരിക്കണം, എനിക്ക് പാസ്റ്റർ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കണം. അതിനെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കവിഞ്ഞു കിടക്കുന്നതൊന്നും, നമ്മളിൽ കവിഞ്ഞു കിടക്കുന്നത് യേശുവാണ് വാതിലാകുന്ന യേശുവിലൂടെ പോകണമെങ്കിൽ യേശുവിനേക്കാൾ കവിഞ്ഞു കിടക്കുന്നതെല്ലാം, യേശുവിൽ ഇല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. യേശുവിനെ കവിഞ്ഞു കിടക്കുന്നതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളയണം.
യേശു ഇഷ്ടപ്പെടുന്നതിനെല്ലാം നമ്മൾ ഇഷ്ടപ്പെടണം, യേശു വെറുക്കുന്നതിനെല്ലാം നമ്മൾ വെറുക്കണം. ഈ കാലഘട്ടത്തിൽ യേശുവിനെ പോലെ ആകുവാനൊന്നും ആരും പ്രസംഗിക്കുന്നില്ല. വളരെ ചുരുക്കം, വളരെ വളരെ ചുരുക്കം. യേശുവിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതാണ് ചിന്ത. യേശുവിൽ നിന്ന് എന്ത് കിട്ടും, കിട്ടുന്നതിനെ കുറിച്ചാണ് പ്രസംഗങ്ങളും. ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചനം, പാവപ്പെട്ട മനുഷ്യന് മോഹം ഇട്ടുകൊടുത്ത്, മോഹമില്ലാത്ത മനുഷ്യനെ മോഹിപ്പിച്ച്, 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് മോഹിക്കരുത് എന്നും. ആ കൽപ്പനാ ലംഘനം നടത്തി ഇന്നത്തെ ഈ സുവിശേഷകന്മാര്, ദുരുപദേശകന്മാര്, കള്ളന്മാര്, വ്യാജന്മാരും ആളിനെ കൂട്ടാൻ വേണ്ടി അത് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, മറ്റേത് കിട്ടും, അടിക്കടി ഉയർച്ചയാണ്, ബാങ്കുകളൊക്കെ നിറഞ്ഞു കവിയും, വലയൊക്കെ കീറി പോകുന്നത് പോലെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം വരികയാണ്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സകലവും സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. യേശുവിനെ പോലെ ആകുവാൻ, യേശുവിനെ പോലെ ആയി തീരുവാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇല്ല എന്നല്ല, ഉണ്ട്. ഞാൻ മടങ്ങി വരികയാണ്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, അതെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ നാം താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. പ്രിയപ്പെട്ടവരെ, അത്ര വലിയ തേജസ്സും നാമും കർത്താവിനെ പോലെയായി തീരും. കർത്താവിൽ എത്ര വലിയ തേജസ് ഉണ്ടോ അതേ തേജസ് നമ്മുടെ മേലും വ്യാപരിക്കുവാനിടയായി തീരും. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നു, നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, കർത്താവേ എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ മഹിമയൊന്ന് കാണുവാൻ, എന്നിൽ വെളിപ്പെടുവാനുള്ള ആ മഹത്വം ഒന്ന് വെളിപ്പെടുവാൻ. മോശെ താൻ വിശ്വാസത്തിൽ വളർന്നപ്പോൾ അവിടെ തന്നെ വായിക്കുന്നു, പ്രതിഫലം നോക്കിയതുകൊണ്ടും എനിക്കൊന്ന് മോശെ ഒരു നല്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട്, നന്നായിട്ട് മനസ്സിലാക്കി എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഫറോ രാജ്യത്തിന്റെ സാമ്രാട്ടായി തീരുന്നതും ഈ ഫറോ രാജ്യത്തിന്റെ ചക്രവർത്തിയായി തീരുന്നത് ഞാൻ നിരസിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും? ഈ മിസ്രൈമിലെ, ഈജിപ്തിലെ മുഴുവൻ സമ്പത്തിൻ്റെയും ഉടമയായി തീരുന്ന ഞാൻ ഈ സമ്പത്ത് മുഴുവൻ ത്യജിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ കിട്ടും? എല്ലാവരുടെയും ആഗ്രഹം എന്ത് കിട്ടുമെന്നല്ലേ? മോശയും അത് നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ആ വെളിപ്പാട് മോശയ്ക്ക് ലഭിച്ചു. ഇത് വിട്ടു കഴിഞ്ഞാൽ ഈ ഫറോ രാജ്യത്തിന്റെ സാമ്രാട്ടായി തീരുന്നതിനേക്കാളും ഈജിപ്തിന്റെ മുഴുവൻ സമ്പത്തിൻ്റെയും ഉടമയായി തീരുന്നതിനേക്കാളും ഇപ്പോൾ കർത്താവിന് വേണ്ടി നിന്ന സഹിച്ചാൽ, ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിച്ചാൽ എന്ത് കിട്ടും എന്ന് മോശയ്ക്ക് നേരത്തെ തന്നെ അതിൻ്റെ വെളിപ്പാട് പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ വെളിപ്പാട് പ്രാപിക്കണം. നാം ആരായിത്തീരും, നാം എന്തായിത്തീരും? ഇന്ന് കർത്താവിന് വേണ്ടി നിന്ന സഹിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്തായിരിക്കും? ഇന്ന് കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചാൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്തായിരിക്കും? ഇന്ന് ഈ ലോകത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തെ ഞാൻ വെറുത്തു കഴിഞ്ഞാൽ, ഈ ലോകം എനിക്ക് വെറുക്കപ്പെട്ടതായി തീർന്നു കഴിഞ്ഞാൽ, ഈ ലോകമോഹങ്ങളെ, ലോക സുഖങ്ങളെ വെടിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ലഭിക്കും എന്നുള്ള ഒരു വെളിപ്പാട്. പൊട്ടക്കണ്ണന്റെ മാവേലെറിയുന്നതല്ല ദൈവത്തിന്റെ ദൈവസഭയെന്ന് പറയുന്നതും അല്ലെങ്കിൽ ദൈവിക ദർശനം എന്ന് പറയുന്നതും. പലർക്കും അറിയത്തില്ല, വെറുതെ ഓടുകയാണ്. പണ്ടാരോണ്ട് പറഞ്ഞ പോലെ പലരെയും ദൈവം വിളിച്ചിട്ടാണ് ഇറങ്ങിയതും, ദൈവത്തിന്റെ വിളി കേട്ടിട്ടാണ് ഇറങ്ങിയതും. എന്നാൽ പുറകെ ആളുകൾ ദൈവത്തെ വിളിച്ചങ്ങ് ഇറങ്ങുവാൻ വേണ്ടി തുടങ്ങി. ദൈവം വിളിച്ചിറങ്ങുന്നതും ദൈവത്തെ വിളിച്ചിറങ്ങുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. കാരണം ദൈവത്തെ വിളിച്ചിറങ്ങുന്നവർ ഒരു വേളയിൽ അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ അവർ മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവൻ ഒരിക്കലും പിന്മാറിപ്പോകുകയില്ല. ക്രിസ്തീയ ജീവിത മാഹാത്മ്യം കണ്ടവൻ ഒരിക്കലും ക്രിസ്തുവിനെ വിട്ടു പോകുകയില്ല. യഥാർത്ഥമായി കള്ളനെ കണ്ട നായി, പട്ടി ഒരിക്കലും കുര നിർത്തത്തില്ല. നായുടെ കുര കേട്ടിട്ട് അയലത്തുള്ള നായ്ക്കൾ കുരയ്ക്കും. രാത്രി ആയതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ നായ്ക്കളും കുരച്ചെന്നിരിക്കും. പക്ഷേ ബാക്കിയുള്ള നായ്ക്കളെല്ലാം കുര നിർത്തും കുറച്ച് കഴിയുമ്പോൾ. എന്നാൽ ഈ കള്ളനെ അറിയാം, മരത്തിന്റെ കീഴിൽ കള്ളൻ പതുങ്ങിയിരിക്കുന്നുണ്ട്. ആ കള്ളനെ നേരിട്ട് കണ്ട നായി എന്ത് ചെയ്യും? കുര നിർത്തത്തില്ല.
ആ കൊര കേട്ട് കുരച്ച് സകല നായ്ക്കളും കൊര നിർത്തിയാലും കള്ളനെ യഥാർത്ഥമായി നേരിട്ട് കണ്ട ആ നായി ആ കള്ളനെ പിടിക്കുന്നത് വരെ ആ നായി കുരച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ക്രിസ്തീയ മഹിമ, ക്രിസ്തുവിന്റെ തേജസ്, ആ പ്രതിഫലം അനുഭവിച്ചറിയുന്ന, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് വളരെ വ്യക്തമായിട്ടും ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വേറെ എങ്ങും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളൊന്നും വേറെ ഒരു ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയത്തില്ല. എന്നാൽ നമ്മൾ നമ്മളുടെ മരണശേഷം നമ്മുടെ ആത്മാവിൻ്റെ നിലനിൽപ്പും ആത്മാവിൻ്റെ രക്ഷ, നമ്മൾ വസിക്കുവാൻ പോകുന്ന സ്ഥലം, വിശുദ്ധന്മാർക്ക് വേണ്ടി ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വ്യക്തമാക്കി ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഭാഗം വിടുകയാണ്. കർത്താവ് പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയാണ് വരുന്നത്. അടുത്തതായിട്ട് എപ്പോഴാണ് കർത്താവ് വരുന്നതും എപ്പോഴാണ് കർത്താവ് വരുന്നതും അതൊരു വളരെ ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവ് എപ്പോൾ വരും? എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുകയാണ്. വിശ്വാസത്തിൽ വന്ന നാൾ മുതൽ നമ്മൾ കേൾക്കുകയാണ്. സുവിശേഷം എഴുതിയ നാളുകൾ മുഴുവൻ മുതൽ നമ്മൾ കേൾക്കുകയാണ്, കർത്താവ് എപ്പോൾ വരും. നമ്മൾ കേൾക്കുകയാണ്, കർത്താവ് വരും 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 വരും. പക്ഷെ ഇതുവരെയും വന്നില്ല. ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം, കർത്താവ് വരുമെന്ന് പ്രസംഗിക്കുന്ന നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ലോകത്തോടുകൂടെ നാം തള്ളപ്പെട്ടു പോവുകയാണെങ്കിൽ, രക്ഷിക്കപ്പെടുന്നതും നിമിഷങ്ങൾ കൊണ്ടായിരിക്കും, തള്ളപ്പെടുന്നതും നിമിഷങ്ങൾ കൊണ്ടായിരിക്കും. കർത്താവിൻ്റെ വരവെങ്കിൽ തള്ളപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അവസ്ഥ, ദുരവസ്ഥ എത്ര ഗതികേടായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. എത്ര ദുരവസ്ഥയായിരിക്കും ആ മനുഷ്യന്റെ ജീവിതത്തിൽ, എത്ര ഗതികെട്ടവനായിരിക്കും. ഈ കർത്താവ് വരുമെന്ന് പ്രസംഗിച്ചിട്ട്, ഈ കർത്താവ് വരുമെന്ന് വായിച്ചിട്ട്, ഈ കർത്താവ് വരുമെന്ന് അറിഞ്ഞിട്ടും ഒരുങ്ങാത്ത മനുഷ്യന്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും. എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെ പറഞ്ഞു. മത്തായി സുവിശേഷം 24:36, മാത്യു 24:36, ആ നാളും നാഴികയും സംബന്ധിച്ചും എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സമയം ആർക്കും അറിയുകയില്ല. ജീസസ് ക്രൈസ്റ്റ് does not study that he will come in a specific day or a specific time. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? We should be ready in the presence of the Lord to receive our beloved God. നമ്മുടെ ദൈവത്തെ എതിരേൽക്കുവാൻ വേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം, എപ്പോഴും തയ്യാറായിരിക്കണം. പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ ഞാൻ ഏറെ വാഞ്ചയുള്ളവനായിരിക്കുന്നു. ദൈവരാജ്യം നമ്മൾ സ്വപ്നം കാണണം. നമ്മൾ ഉറങ്ങുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കണം, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ആത്മീകമായ ചിന്തകൾ, അല്ലാതെ ഇലക്ഷനെ കുറിച്ചുള്ള ചിന്ത. ഇന്ന് പലപ്പോഴും ഇലക്ഷനെ കുറിച്ചുള്ള ചിന്തയാണ്. പലരും ഇലക്ഷൻ വർക്കിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളവരാണ്. പലരെയും ഇപ്പോൾ അലട്ടുന്നത് തങ്ങൾ പ്രവർത്തിച്ച സ്ഥാനാർത്ഥി തോറ്റുപോയല്ലോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും വീടുകൾ കയറി ഇറങ്ങിയിട്ടും നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചില്ലല്ലോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല, ഇതൊക്കെ ലോകത്തിൻ്റെ വിഷയമാണ്. ഈ ലോകത്തിൻ്റെതായ യാതൊന്നും നമ്മുടെ ഉള്ളിൽ കടക്കുവാൻ പാടില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, എത്ര ആഴമേറിയ നദിയായിരുന്നാലും കടലായിരുന്നാലും അതിൻ്റെ മുകളിലൂടെ വള്ളം പോകും. ആ വള്ളത്തിൻ്റെ കീഴിൽ എത്ര ആഴമുണ്ടായിരുന്നാലും അത് വള്ളത്തിനൊരു വിഷയമല്ല. പക്ഷേ ഈ വള്ളത്തിനകത്ത് ചെറിയൊരു സുഷിരം വീണ് കഴിഞ്ഞാൽ, ഒരു ഓട്ട വീണ് കഴിഞ്ഞാൽ, വള്ളത്തിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് പോകില്ല. എന്ന് പറഞ്ഞാൽ ഈ ലോകം ഒരിക്കലും നമ്മുടെ ഈ പടകിനകത്ത് കയറുവാൻ പാടില്ല. ഈ ലോകത്തിൻ്റെതായ യാതൊന്നും, സകല ലോകമോഹങ്ങളെയും നമ്മൾ വർജിക്കണം. ലോകം നമുക്ക് ശത്രുത്വമായി തീരണം. ലോകസ്നേഹം വ്യഭിചാരത്തോടുകൂടെ, വ്യഭിചാരമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. ലോകസ്നേഹം വ്യഭിചാരണികളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിൻ്റെതായ യാതൊന്നും നമ്മുടെ ഈ പടകിനകത്ത് കയറുവാൻ പാടില്ല. നമ്മുടെ ഈ പടക് മുങ്ങിപ്പോകാതെ വണ്ണം, നമ്മുടെ ഈ പടക് സുരക്ഷിതമായിരിക്കുവാൻ നമ്മളെപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണമെന്നും കർത്താവ് നമുക്ക് ഉദ്ബോധനം നൽകുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം നാളും നാഴികയും ആർക്കും അറിയത്തില്ല. 1 തിമോത്തിയോസ് 6:16, 1 തിമോത്തി 6:16, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ
തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. നമ്മുടെ കർത്താവും തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. ആ തക്ക സമയം ഏതാണ് എന്നും നമുക്കറിയുകയില്ല. ആ തക്ക സമയത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണമെന്നും നമ്മൾ ഒരുക്കത്തോടുകൂടി ആയിരിക്കണമെന്നും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. 2 പത്രോസ് 3-9 സെക്കൻഡ് പീറ്റർ 3:9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലും കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ചിലര് ഇപ്പോഴൊന്നും ഒന്നും നടക്കത്തൊന്നുമില്ല, ഇനിയും ഒത്തിരി പ്രവചനങ്ങൾ നിറവേറേണ്ടതായിട്ടുണ്ട്, ഇനിയും കുറെ കാര്യങ്ങൾ, കുറെ കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇത് യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ അതൊക്കെ ആരംഭമാണ്, അതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ്, അത് ലോകാവസാനമല്ല, അത് കർത്താവിൻ്റെ വരവ് അവസാനമല്ല, ഇനിയും കുറേ സമയം കൂടെ എടുക്കും, ഇനി 30 വർഷങ്ങളൂടെ കഴിയും, 40 വർഷങ്ങളൂടെ കഴിയും, ഇനി ഒത്തിരിയും കാര്യങ്ങൾ നിറവേറുവാൻ വേണ്ടിയുണ്ട്. ഇതൊക്കെയാണ് പലരും തങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി, തങ്ങളുടെ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി ഇനിയും താമസമുണ്ട്, സാരമില്ല, നാളെ നാളെ നാളെ, നീളെ നീളെ എന്നൊക്കെ പറഞ്ഞും ജനങ്ങളെ ഒരുങ്ങാൻ അനുവദിക്കാതെ, ജനങ്ങളെ ഒരുക്കി നിർത്താതെ നോക്കണം. കർത്താവ് വന്നിട്ടല്ല ഒരുങ്ങേണ്ടതും, കർത്താവ് വന്നിട്ടല്ല ഒരുങ്ങേണ്ടതും, കർത്താവ് വരുന്നത് ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടിയാണ്. ആരെയും ഒരുക്കിക്കൊണ്ടു പോകുവാൻ, ആരെയും ഒരുക്കിക്കൊണ്ടു പോകുവാനല്ല കർത്താവ് വരുന്നത്. നമ്മൾ 19 വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി, തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിലെ മണവാട്ടികളുണ്ട്. വിവാഹം നടക്കുമ്പോൾ മണവാട്ടിയെ ഒരുക്കുവാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻസ് വരാറുണ്ട്. പണ്ട് ഒരു ബ്യൂട്ടീഷ്യനെ വരുമായിരുന്നുള്ളൂ, ഇപ്പോൾ ഒത്തിരി ഒത്തിരി ബ്യൂട്ടീഷ്യൻസ്മാരാണ്. തല ഒരുക്കാൻ വേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ, വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് വേണ്ട, പിന്നീട് മൊത്തത്തിൽ ഒന്ന് ഓവറോൾ നോക്കുവാൻ വേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ. ഇങ്ങനെ ബ്യൂട്ടീഷ്യന്മാരുടെ ബഹളമാണ്. ഇപ്പോൾ വരന്മാരെയും മണവാളന്മാരെയും ഒരുക്കുവാൻ വേണ്ടി ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ബ്യൂട്ടീഷ്യന്മാർ വരാറുണ്ട്. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാന്തയെ ഒരുക്കുവാൻ വേണ്ടി ആരും വരികയില്ല. ആരും ഒരുക്കുമെന്ന് വിചാരിക്കേണ്ട, തന്നെത്താൻ ഒരുങ്ങിക്കൊള്ളണം, തന്നെത്താൻ ഒരുങ്ങിക്കൊള്ളണം. തന്നെത്താൻ ഒരുങ്ങി കാത്തു നിൽക്കുന്ന മണവാട്ടിയെ ചേർക്കുവാൻ വേണ്ടിയാണ് ഈ മണവാളൻ വരുന്നതും. ഇപ്പം ചിലർ താമസമെന്ന് വിചാരിക്കുകയാണ്. താമസമെന്ന് വിചാരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നനയാത്ത നാഴികയിൽ, അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ കർത്താവ് വരും. വരുമ്പോൾ നമ്മൾ ഒരുങ്ങി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടുപോകുവാൻ, തള്ളപ്പെട്ടു പോകുവാൻ, നമ്മൾ ഉപേക്ഷിക്കപ്പെടുവാൻ, ഈ ലോകത്തോടുകൂടെ നശിച്ചു പോകുവാൻ ഇടയാകുമെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വായിക്കുന്നു 2 പത്രോസ് 3:10, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അത് അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണിയും വെന്തു പോകുകയും ചെയ്യും. സോ ഹി വിൽ കം as a thief in the night. കള്ളൻ വരുന്നത് പോലെ. ഏത് യാമത്തിലാണ് കള്ളൻ വരുന്നതെന്ന് അറിയത്തില്ല. കള്ളന്മാരിപ്പോൾ ഓരോന്നും വാച്ച് ചെയ്തതിന് ശേഷം എപ്പോഴാണ് ആ വീട്ടിലുള്ളവർ ഉറങ്ങുന്നതും, എപ്പോഴാണ് ആ വീട്ടിലുള്ളവരെ അലസ്യമായി ഇരിക്കുന്നതും, എപ്പോഴാണ് ആ വീട്ടിലുള്ളവരുടെ ശ്രദ്ധ മാറിപ്പോകുന്നതും. അപ്പോൾ കള്ളൻ വരുന്ന നാഴിക ഇന്നതാണെന്നും ആർക്കും പറയുവാൻ സാധ്യമല്ല. ഇപ്പോൾ കള്ളന്മാർ നട്ടുച്ച സമയത്ത് വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടും, സന്ധ്യാസമയങ്ങളിൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടും. ഈ കുറേ നാളുകൾക്ക് മുമ്പ് അറിയാൻ കഴിഞ്ഞത്, ഈ സീരിയൽ നടക്കുന്ന സമയത്ത് കള്ളന്മാർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ സാധനങ്ങൾ മോഷ്ടിക്കുവാൻ പറ്റുന്ന ഒരു സമയമാണെന്ന്. കാരണം എല്ലാവരും ഈ സീരിയൽ കാണുവാൻ വേണ്ടി ജാഗ്രതയോടുകൂടെ ഇരിക്കുന്ന സമയത്തായിരിക്കും കള്ളൻ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും. പ്രിയപ്പെട്ടവരും, കള്ളൻ വരുന്ന നാഴിക ഇന്നതാണ് എന്നും കള്ളൻ ഒരിക്കലും പറഞ്ഞിട്ട് വരത്തില്ല, ഞാൻ ഇത്ര നാളെ നിങ്ങളുടെ വീട്ടിലും ഈ 6:30 8:30 രാത്രി 2 മണിക്കാകുമ്പോൾ നിങ്ങളുടെ വീട് തുറക്കുവാൻ വേണ്ടി ഞാൻ വരുമെന്നും ഒരു കള്ളനും മുന്നറിയിപ്പ് കൊടുക്കുകയില്ല, കൊടുത്തിട്ടല്ല വരുന്നതും. ആരും പ്രതീക്ഷിക്കാത്ത സമയത്തും നമ്മൾ നനയ്ക്കാത്ത നാഴികയിൽ കള്ളൻ വന്നും ഉള്ളതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് പോലെ കർത്താവിൻ്റെ വചനം പറയുന്നു, അതേപോലെ തന്നെ ഞാനും
വരുവാൻ ഇടയായിത്തീരും. നോക്കണം, അന്ന് ആകാശം കൊടുമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണിയും വെന്തു പോവുകയും ചെയ്യും. മൂലപദാർത്ഥങ്ങൾ, എലമെന്റുകൾ, ആറ്റം കത്തിയ അഴിയുമെന്നും. സോ എലമെന്റ് ക്യാൻ ബി മെൽറ്റഡ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് വിത്ത് ഫെർവെന്റ് ഹീറ്റ്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്നും ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആറ്റം ബോംബ് തുടക്കമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഒരിക്കലും ആറ്റത്തെ വിഘടിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നായിരുന്നു എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക മുതലുള്ള പുസ്തകങ്ങളിലും ഒരു 75 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന നിഗമനം. ആറ്റത്തെ ഒരിക്കലും എലമെന്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. എന്നാൽ പിന്നീട് അത് തിരുത്തേണ്ടി വന്നു. അത്യുഷ്ണമായ ചൂടുകൊണ്ട് ആറ്റത്തെ വിഘടിപ്പിക്കുവാൻ വേണ്ടി. അതിനു മുമ്പുള്ള ഡെഫിനിഷൻ, ആറ്റം an ultimate constant of a matter which cannot be further separated എന്നാണ്. എന്നാൽ പിന്നീടുള്ള ശാസ്ത്രീയ പരീക്ഷണം അതേ എലമെന്റ്സ്, മൂലപദാർത്ഥങ്ങൾ ആറ്റത്തെ അത്യുഷ്ണമായ ചൂടിലെ കത്തിയഴിയും അല്ലെങ്കിൽ വിഘടിപ്പിക്കുവാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കി. അമേരിക്ക, എർണിക്കോഫ് ഫെൻസി എന്ന് പറയുന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ അമേരിക്കയിൽ വെച്ച് ആറ്റം ബോംബ് വികസിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആറ്റം ബോംബ് എവിടെ കൊണ്ടുപോയിട്ടെന്നറിയാമോ? ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി ഇടുവാൻ വേണ്ടി ഇടയായി തീർന്നു. നോക്കണം, ഭൂമിയുടെ നാശം. ആറ്റം വിഘടിക്കും, അതിൻ്റെ പരിണത ഫലമായി ഭൂമി കത്തി അഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4000 അടി ഉയരത്തിൽ ആറ്റം ബോംബ് വിക്ഷേപിക്കുമ്പോൾ നോക്കണം, അവിടെ അത്യുഷ്ണമായ ചൂട് ഉണ്ടാകുവാനിടയായി തീർന്നു. ഒരു കുമിള പോലെ അത് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ പടുകൂറ്റൻ ബിൽഡിങ്ങുകളും അത് ആകാശത്ത് പഞ്ഞി പോലെ പറക്കുവാൻ, അത് മാത്രമല്ല വലിയ ഇരുമ്പ് ബ്രിഡ്ജുകൾ ഉരുകി വെള്ളം പോലെ ഉരുകി പോകുവാനിടയായി തീർന്നു. അങ്ങനെ നാഗസാക്കിയിലും ഹിറോഷിമയിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് ആവിയായിപ്പോയി. ഡെഡ് ബോഡി പോലുമില്ല. നോക്കണം, ആ ചെറിയ ബോംബ്, അതിൻ്റെ അമേരിക്കൻ ഗവൺമെന്റ് അതിനിട്ടിരുന്ന പേര് ലിറ്റിൽ ബോയ് എന്നാണ്. ലിറ്റിൽ ബോയ്, കുഞ്ഞു പയ്യൻ. ആദ്യമായി ആറ്റം ബോംബ് ഉണ്ടാക്കിയ ആ ബോംബിന്റെ പേര് കുഞ്ഞു പയ്യൻ എന്നായിരുന്നു, ലിറ്റിൽ ബോയ്. എന്നാൽ ഇന്ന് വർഷം എത്ര കഴിഞ്ഞു? 75 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ടെക്നോളജി എത്രത്തോളം വളർന്നിരിക്കുന്നു! ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ്, ഹീലിയം ബോംബും എന്ന് വേണ്ട ഹൈഡ്രജൻ ബോംബും, എത്ര മാരകമായ പ്രകരശേഷിയുള്ള അതിഭയാനകമായ, അന്ന് കുഞ്ഞ് പയ്യൻ എന്നും ആ ആറ്റം ബോംബിനും ഇത്ര പ്രകരശേഷിയുള്ള ആറ്റം ബോംബിന് പേരിട്ടുവെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങളുടെ കൈകളിലിരിക്കുന്ന അണുബോംബുകൾ, അതിൻ്റെയൊക്കെ പേര് എന്ത് പേരിട്ടാൽ ജയന്റ് എലഫന്റ് എന്നൊക്കെ നമുക്ക് പേരിടേണ്ടി വരും. അത്രയ്ക്ക് മാരകമായ ഈ ഭൂമി ഒന്നേ ഉള്ളൂ. 60-ൽ പരം പ്രാവശ്യം ഈ ഭൂമിയെ കത്തിച്ചു കളയുവാനുള്ള ആയുധങ്ങളാണ് ലോകരാജ്യങ്ങൾ കരുതി വച്ചിരിക്കുന്നത്. ഈ ആയുധങ്ങളെല്ലാം ആരുപയോഗിക്കും? 60 പ്രാവശ്യം ഈ ഭൂമിയെ കത്തിച്ചു കളയുവാൻ, ചാരമാക്കി കളയുവാൻ എല്ലാവരും ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഇത് ഉപയോഗിക്കപ്പെടും. പത്രോസിന്റെ മുക്കുവനായ, സ്കൂളിൽ പോയിട്ടില്ലാത്ത, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ പ്രവാചകനിലൂടെ, ഈ അപ്പോസ്തലനിലൂടെ വെളിപ്പെട്ട ഈ പ്രവചനം, ഭൂമിയും അതിൻ്റെ പണിയും വെന്തുരുകി പോകും, കത്തിയമരുമെന്നും ദൈവവചനം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി മനുഷ്യന് ഒരു കുറ്റിയെങ്കിലും, ഒരു തൂണെങ്കിലും ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ നാട്ടിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ സകല പണികളും വെന്ത് ഉരുകിപ്പോകും. തീക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയെ സൂക്ഷിച്ചിരിക്കുകയാണ്. ശപിക്കപ്പെട്ട ഈ ഭൂമിയിലും എന്ത് നേടുവാൻ വേണ്ടിയാണ്? ഈ ഭൂമി ശാപഗ്രസ്തമാണ്. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ഈ ഭൂമിക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ എന്തെങ്കിലും നേടുവാനുള്ളതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. വീണ്ടെടുക്കപ്പെടുന്ന ഭൂമിയിൽ രാജാവായി യേശുവിനോടുകൂടെ രാജാവായി വാഴുന്നതിനേക്കാൾ മഹത്വം, ശ്രേഷ്ഠത മറ്റൊന്നും ഇല്ല എന്ന് ദൈവമക്കൾ തിരിച്ചറിയുവാൻ
ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേ, കർത്താവ് വരും. ഈ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണിയും വെന്തു പോകുകയും ചെയ്യും. ആ പ്രവചനം അതുപോലെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിറവേറുക തന്നെ ചെയ്യും. 1 തെസ്സലോനി 5:2, ഫസ്റ്റ് തെസ്സലോനിക്കർ 5:2, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. നന്നായി അറിയണം. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവ് വരും. മർക്കോസ് 13:31, മാർക്ക് 13:31, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചു പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ലൂക്കോസ് 12:40, ലൂക്കോസ് 12:40, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ബി therefore ready also, for the son of man comes at an hour when you think not. നിനയാത്ത നാഴികയിൽ. മാത്യു 24:42, മത്തായി 24:42, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ. കർത്താവ് പറയാണ്, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ കർത്താവ് ഏത് നാഴികയിൽ വരുമെന്നറിയായിക്കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. മത്തായി 25:13, മാത്യു 25:13, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. മാത്യു 25:31, മത്തായി 25:31, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സ്തോത്രം. ഒരു ദിവസം സമാഗതമാകുവാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കർത്താവും തൻ്റെ തേജസ്സോടുകൂടെ സകല വിശുദ്ധന്മാരും 1000 വിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ വരും, ആകാശമേഘങ്ങളിൽ വരും, മേഘാരൂഢനായി വരും, കാഹളനാദത്തോടുകൂടെ വരും. ദിക്കോട് ദിക്കിൽ നിന്നും തൻ്റെ വിശുദ്ധന്മാരെ ശേഖരിക്കുവാൻ ഇടയായിത്തീരും. ലൂക്കോസ് 17:24, 17:24, ലൂക്കോസ് 17:24, നിങ്ങൾ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രന്റെ ദിവസത്തിലാകും. ഒരിക്കൽ കൂടെ, മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിൽ ആകും. മത്തായി 24:27, മാത്യു 24:27, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞോറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ, നമുക്കറിയാം ഈ ഭൂമിക്ക് അടിയിൽ അമേരിക്കയാണ്. ഈ ഭൂമി തുരന്ന് അങ്ങ് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അമേരിക്ക ആയിരിക്കും. എന്ന് വെച്ചാൽ എവിടെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഈ കാഹളനാദം കേൾക്കും. തെക്ക് തൊട്ട് വടക്കു വരെയും കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെയും, രാത്രിയും പകലും, രാത്രിയിൽ ഇരിക്കുന്ന രാജ്യവും പകലിരിക്കുന്ന രാജ്യവും വൈകുന്നേരമായിരിക്കുന്ന രാജ്യവും. അതുകൊണ്ടാണ് ഈ സമയത്തെക്കുറിച്ച് 2 പേര് വയലിലായിരിക്കും, 2 പേര് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, 2 പേര് കിടക്കയിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ 2 പേര് കണ്ടത്തില് വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം വൈകുന്നേരം തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നതും വൈകുന്നേര സമയമായിരിക്കും. ജപ്പാനിലെ 2 പേര് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ മിക്സിയൊക്കെ വരുന്നതിന് മുമ്പുള്ള ഈ കാലത്തെക്കുറിച്ചാണ് പറയുന്നതും. ഈ മിക്സിയൊക്കെ വരുന്നതിന് മുമ്പ് അടുത്ത ദിവസത്തേക്കുള്ള പലഹാരത്തിന് വേണ്ടി, രാവിലത്തെ നാസ്തയ്ക്ക് വേണ്ടി, പ്രഭാതത്തിന് വേണ്ടി ഇഡലിയോ ദോശയോ പുട്ടോ എന്ന് വേണ്ട, ഇങ്ങനെ ഈ അരയ്ക്കുമല്ലോ. ആട്ടുകല്ലൊക്കെ ഉണ്ടായിരുന്നല്ലോ, മിക്കവാറും ഉള്ള വീടുകളിൽ ആട്ടുകൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തിരികല്ലിൽ വൈകുന്നേരമാണ് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നതും. അതേ സമയത്ത് 2 പേര് ബെഡിലായിരിക്കും, കിടക്കയിലായിരിക്കും. അമേരിക്കയിൽ 2 പേര് നല്ല ഉറക്കത്തിലായിരിക്കും, ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പൊ എങ്ങനെയായിരുന്നാലും നമ്മുടെ കേരളത്തിൽ 2 പേരും, ഇന്ത്യയിൽ 2 പേര് കണ്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജപ്പാനിൽ 2 പേര് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അമേരിക്കയിൽ 2 പേര് കിടക്കയിൽ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ, ഈ ഏത് സമയത്തായിരുന്നാലും കർത്താവ് വരും. ആ കാഹളം ബെഡിൽ കിടന്നുറങ്ങുന്ന വ്യക്തിയും കേൾക്കും. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ ഉള്ള വ്യക്തിയാണെങ്കിൽ
നമ്മൾ ഉത്തമഗീതത്തിൽ വായിക്കുന്നു, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ആത്മാവ് ഉണർന്നിരിക്കുകയാണ്, വാതിക്കൽ വന്ന് മുട്ടുന്ന എൻ്റെ പ്രാണപ്രിയന് വേണ്ടി എൻ്റെ 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 ഉള്ളം ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്, എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുകയാണ്, എൻ്റെ മനസ്സുണർന്നിരിക്കുകയാണ്. അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നതും. ഏത് നിമിഷവും കർത്താവിൻ്റെ വരവിന് വേണ്ടി, അതേ, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. മത്തായി 24:30, മാത്യു 24:30. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ടും മനുഷ്യപുത്രൻ ആകാശത്തിന്റെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവൻ തൻ്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. നമുക്കറിയാം, നല്ല വിത്തിൻ്റെയും കളയുടെയും കഥ നമുക്കറിയാം. നല്ല വിത്തിനോടുകൂടെ കളയും വളർന്നു വരികയാണ്. വിത്തിനേക്കാൾ വേഗത്തിൽ കള വളർന്നു പൊങ്ങുകയാണ്. ഇങ്ങനെ നേരെ ശൂന്നും പറഞ്ഞു കയറി പോവുകയാണ്. അതേ, നല്ല വിത്തിനേക്കാൾ, കതിരുകളേക്കാൾ കൂടുതലായി പതിരുകളാണ്. വേലക്കാരൻ ചോദിക്കുകയാണ്, യജമാനനെ ഞാൻ പറിച്ചു കളയട്ടെ? യജമാനൻ പറയുകയാണ്, വേണ്ട, ആ നല്ല വിത്തിന്റെ കൂടെ അതും വളർന്നു വരട്ടെ. ഇപ്പോൾ പറിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നല്ല വിത്തിനെയും അത് കേടായി പോകും. ചില നല്ല വിത്തുകളും പറഞ്ഞു പോകുവാനിടയായിത്തീരും. കൊയ്ത്തോളം ഒരു കൊയ്ത്തുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു ലോകാവസാനം ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. കൊയ്ത്തോളം വളരട്ടെ. കൊയ്യുന്ന സമയത്ത് യജമാനൻ പറയും, സകലതും കൊയ്യുവാൻ വേണ്ടി പറയും. എന്നിട്ട് നല്ലത് മാറ്റിവെക്കുവാൻ വേണ്ടി പറയും. കതിരുകളെല്ലാം മാറ്റിവെക്കുക, പതിരുകളെല്ലാം, കളയെല്ലാം കൂടെ കൂട്ടി തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സമയമുണ്ട് എന്നും നമ്മൾ ദൈവവചനത്തിലൂടെ നന്നായിട്ട് മനസ്സിലാക്കുന്നു. അവൻ തൻ്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. വെളിപ്പാട് 22:12, റെവലേഷൻ 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഇതാ, ഐ കം ക്വിക്ക്ലി, മൈ റിവാർഡ് ഈസ് വിത്ത് മീ ടു ഗിവ് എവരി മാൻ അക്കോർഡിംഗ് ആസ് ഹിസ് വർക്ക് ഷാൽ ബി. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരാളെങ്കിലും ഈ സന്ദേശം ഹൃദയത്തിൽ തീ പോലെ ഏറ്റെടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ഒന്ന് പിടയുന്നുവെങ്കിൽ, ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുന്നുവെങ്കിൽ, സ്തോത്രം. കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. ഐ കം ക്വിക്ക്ലി, ഐ കം ക്വിക്ക്ലി. ഇതാ ഞാൻ വേഗം വരുന്നു. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. നാളെ നമ്മളെ കാത്തു നിൽക്കുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. നൗ ദിസ് ഈസ് അക്സെപ്റ്റഡ് ടൈം, ദിസ് ഈസ് എ ടൈം ഫോർ സാൽവേഷൻ. ഇതാണ് നല്ല സമയം, ഇതാണ് അക്സെപ്റ്റഡ് ടൈം, ഇതാണ് രക്ഷയുടെ ദിവസം. നാളേക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത് എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. അവസാനമായിട്ട് ഒരു വചനം കൂടെ വായിക്കുകയാണ്. 1 കൊരിന്ത്യൻസ് 15:51. 1 കൊരിന്ത്യർ 15:51. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എന്താണ് ആ മർമ്മം? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വിത്തിൻ ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ. കണ്ണിമയ്ക്കുന്നതിനിടയിൽ, വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുവാനിടയായിത്തീരും. കാഹളം ധ്വനിക്കും, മരിച്ചേര് അക്ഷയരായി ഓർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ ഒരുക്കം നമുക്ക് ഉണ്ടാകട്ടെ. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. കാഹളനാദം കേൾക്കുവാൻ കാലമായി, വർഷങ്ങളായി നമ്മുടെ പിതാക്കന്മാർ ഇത് പ്രസംഗിക്കുകയാണ്. ഇതുവരെയും മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തവർ മാനസാന്തരപ്പെടുക, അനുദപിച്ചിട്ടില്ലാത്തവർ അനുദപിക്കുക, പാപവഴികളെ വിട്ടുകളയുക. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, സ്നാനപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഇന്നും ആ കൃപയിലാണോ നിൽക്കുന്നത്? ഇന്നും വിശ്വാസത്തിലാണോ നിൽക്കുന്നത്? എന്തെങ്കിലും അശുദ്ധി ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിവാഹവസ്ത്രം എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. ഈ വിവാഹവസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം മഹാരാജാവിൻ്റെയും പുത്രന്റെ ഗ്രേറ്റ് ബാങ്ക്യൂട്ടിലേക്കും, ആ മഹാസദ്യയിലേക്കും വിരുന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ. വിവാഹവസ്ത്രമില്ലാതെ ആ വലിയ മഹാസമ്മേളനത്തിൽ നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവനെ ഐഡന്റിഫൈ ചെയ്യുവാനിടയായിത്തീരും. രാജാവ് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹിത. രാജാവ് ചോദിക്കുകയാണ്. രാജാവിനെ ആരെയും സ്നേഹിത എന്ന് വിളിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സ്നേഹിത,
സ്നേഹിത എന്ന് വിളിക്കും. നിനക്ക് എങ്ങനെ ഇവിടെ കടന്നു വരുവാൻ കഴിഞ്ഞും? നിനക്ക് വിവാഹ വസ്ത്രം തന്നിരുന്നല്ലോ. നിനക്ക് തന്ന വിവാഹ വസ്ത്രം എവിടെ? നിനക്ക് തന്ന വിവാഹ വസ്ത്രം എവിടെ? നീതിയുടെ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം എവിടെ? അവൻ അതിനെ നിസ്സാരമായി കണ്ടും ഏതോ മൂലയ്ക്ക് അവൻ വലിച്ചെറിഞ്ഞു കളഞ്ഞും. അത് കേടായി പഴകി പോകുവാനിടയായി തീർന്നു. അത് കീറിപ്പോകുവാനിടയായി തീർന്നു. അത് കറ പിടിച്ചു പോകുവാനിടയായി തീർന്നു. ഇടാൻ കൊള്ളാൻ കഴിയാതെ വണ്ണം അത് നശിച്ചു പോകുവാനിടയായി തീർന്നു. അവൻ ഉത്തരം മുട്ടിപ്പോയി. എനിക്ക് കിട്ടിയില്ല എന്ന് പറയുവാൻ അവന് കഴിഞ്ഞില്ല. അവൻ ഉത്തരം മുട്ടി. രാജാവ് സ്നേഹിത എന്ന് പറഞ്ഞ നാവിലൂടെ തന്നെ പറയുകയാണ്, ഇവന്റെ കൈകളും കാലുകളും കൂട്ടിക്കെട്ടി ഏറ്റവും ഇരുളിലേക്ക് ഇവനെ തള്ളിക്കളയുക. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെയും, ഇന്ന് ഈ സന്ദേശം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. സ്വർഗീയ പിതാവേ,